വെൽക്കം ടു ഏതൻ ഗാർഡൻസ് എവ്രിവൺ. ഗുഡ് മോർണിംഗ്. കുറേ പേരായി ഞങ്ങളോട് ഈ 300-ൻ്റെ ചെടി ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് 300-ൻ്റെ ചെടികൾ കാണിച്ചു തരാമെന്ന്. കേട്ടല്ലോ. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ചെടിയാണ്. ഇതൊരു പിങ്ക് റെഡിഷിൽ മറ്റേ ഇലയിൽ ഇങ്ങനെ കാണുന്നുണ്ട്, കുത്ത് മഞ്ഞ കുത്ത് ഉള്ള ചെടിയാണ് കേട്ടോ. ഇത് വലിയ ചെടി കേട്ടോ, 300-ൻ്റെ. ഇത് എത്ര ഇഞ്ചിൻ്റെ? 8 ഇഞ്ചിൻ്റെ ഇത് പോട്ടിൽ വരുന്ന ചെടി കേട്ടോ. പിന്നെ എന്തെങ്കിലും ഞാനൊരു മിസ്റ്റേക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, ഇതുണ്ട് നിറച്ചും പൂത്ത്. ഇതാണ്, നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ എനിക്കറിയത്തില്ല വലിപ്പം. ഇതാണ് ഒരു ചെടി. ഇതുണ്ട് നിറച്ച് ഇത്രയും പൂത്ത്. വീട്ടിൽ കൊണ്ടുപോയി വെക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇത്രയും വലിയൊരു ചെടിയായിരിക്കും നല്ല രസം. അത് 300-ന് തന്നെ നല്ല വലുപ്പമുള്ള ചെടിയാണല്ലോ. ഇനി നമുക്ക് അടുത്ത ചെടിയിലേക്ക് പോകാം. സ്പ്ലാഷ്. ഇതാണ് സ്പ്ലാഷ്. ഇന്നും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ അമ്മ സൈഡിൽ നിൽപ്പുണ്ട്. സ്പ്ലാഷാണ് ഈ വലുപ്പത്തിലുള്ളത് കേട്ടോ, സ്പ്ലാഷ് 300-ന്. ഇനി അടുത്തത് തിന്മ റെഡ്. നല്ല രസമുണ്ട്. ഈ സണ്ണ് കാരണം നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കളറിൻ്റെ. നമുക്ക് ഇതിൻ്റെ ലീവ്സും കണ്ട് നോക്ക് എന്ത് രസമാണ്. ഇതൊക്കെ 300-ൻ്റെ ചെടിയാണ് കേട്ടോ. കയാട്ടയാണ് അടുത്തത്. നോക്കിക്ക് നിറച്ചും പൂത്ത് നിൽക്കുന്നേ, എന്ത് രസമാണ്. സൂര്യൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നിഴല് കാണുമായിരിക്കും, സോറി കേട്ടോ. ഹായ്, ഇതിൻ്റെ കളർ നോക്കി എന്താ രസം. അടുത്തത് അത് മൊണാലിസ പീച്ച്. മോണാലിസ പീച്ച്. അതിൻ്റെ ലീവ്സ് ആണെങ്കിലും ഭയങ്കര ഡിഫറെൻറ്റാണ്. നോക്കിക്കേ എന്താ രസം. എനിക്കൊന്ന് ഈ വശമാണ് കൂടുതൽ രസം. ഓക്കേ, ഇതൊക്കെയാണ് 300-ൻ്റെ. ഞാൻ അടുത്തതിലേക്ക് പോവാം കേട്ടോ. അടുത്തത് ഇത് ഫ്ലെയിം റെഡാണ്. ഫ്ലെയിം റെഡിൻ്റെ വലിയ ചെടി കേട്ടോ, 300-ൻ്റെ. ചെറിയതല്ല, വലിയത്. നിറച്ച് പൂത്ത് നിൽക്കുന്നത്. ഇതിലും വലിയതൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. എല്ലാം പോയതല്ല എന്ന് വെച്ചാൽ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോയി എന്നാണ്. ഓക്കെ, ഞാനിനി അടുത്തടുത്തേക്ക് പോവാട്ടോ. ഈ ഇരിക്കുന്ന ഇതാണ് റൂബി റെഡ്. അതും 300-നാണ് കേട്ടോ. ഈ വലിയ ചെടികൾക്കാണ് കേട്ടോ 300. ചെറിയ ചെടി ഇതൊക്കെ 7 ഇഞ്ചിൻ്റെ പോട്ടാട്ടോ. നിറച്ചും പൂത്ത് കാണാൻ. ഇതുണ്ടോ ഒരു ചെടി എന്നൊക്കെ പറയുമ്പം, സോറി, ഇത്രയും വലിയ നിറച്ചും പൂത്ത് നിൽക്കുന്ന ചെടി കേട്ടോ. ഇതിലും പൂത്തതായിരുന്നു, ഇപ്പോൾ കുറച്ചൊക്കെ പോയതാണ്. ഓൾറെഡി സൂര്യൻ ഭയങ്കരമായിട്ട് എത്തിയിരിക്കുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് കാണാൻ പോകുന്നു. ഇനി അടുത്ത ചെടി ഇതാണ് ബീഗം സിക്കിന്തർ. എൻ്റെ പ്രൊണൗൺസിയേഷനും തെറ്റാവാൻ വഴിയൊക്കെ ഉണ്ട്, സോറി കേട്ടോ. ഇതാണ് ബീഗം സിക്കിന്തർ. അതിൻ്റെ ഇലയും വ്യത്യാസമുണ്ട്. ലിപ്സ്റ്റിക്ക്. അടുത്ത് ഇവിടെ ലിപ്സ്റ്റിക്ക്. അത് ഓക്കെ, ഇൻട്രസ്റ്റിംഗ് നെയിം. പെണ്ണുങ്ങളുടെ ലിപ്സ്റ്റിക്ക്. ഇത് രണ്ട് സെയിമാ? നൈസ്. ഇതൊക്കെയാണ് ലിപ്സ്റ്റിക്ക്. വെരി നൈസ്, റൈറ്റ്? ഇനി ഏതാണ് മെയിൻ? അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ഇത് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഉണ്ടാവും.
ഓ മൾട്ടിഗ്രാഫ്റ്റ് 300. എന്ന് പറഞ്ഞാൽ ഒറ്റൊരെണ്ണേ ഉള്ളൂ, അത് മദർ പ്ലാന്റ്. അല്ല, ഇത് 2 ഉണ്ട്. റോസ്മേരി എന്ന് പറയും ഈ ചെടി. ഓക്കെ, അങ്ങനെയാന്ന് തോന്നുന്നു. റോസ്മേരി. ഇതുണ്ട് മൾട്ടിഗ്രാഫ്റ്റ് വരുന്നത് 300. ഇവിടെ നോക്ക്, ഇതൊക്കെ ഒറ്റ പ്ലാന്റ് കേട്ടോ. പിന്നെ ഏതാണ്? ലാവൻഡർ. ഇത് 300 ആണോ? എൻ്റെ ഇലയെ ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. വാ, ഇതടുത്ത് 300-ൻ്റെത് ഞാൻ കാണിച്ചു തന്നു. ഇതൊക്കെ മൾട്ടിഗ്രാഫ്സ് കേട്ടോ, പക്ഷെ ഇത് 300 അല്ല. ഇത് അടുത്തത് വലിയ ഡോക്ടർ റാവ്. ഇത് അമ്മേൻ്റെ ഗാർഡനിലൂടെയുള്ള നടത്തമാണ്. ഈ റോയിലുള്ള എല്ലാം ഉണ്ട്. ഈ കാണുന്ന മഹാര മുതൽ എല്ലാം ഉണ്ട്. ഈ ഇരിക്കുന്ന മുഴുവനാണോ? മുഴുവൻ. ഓക്കെ, ഓരോന്നായിട്ട് എനിക്ക് കാണിച്ചു തരാൻ നിങ്ങൾക്ക് ബോറടിക്കുക ഉണ്ടോ? ഇതൊക്കെ ഹ്യൂവാൻസിൻ്റെ വലിയ ചെടി. പിന്നെ മഹാര കാണുന്നുണ്ടോ? മഹാരയുടെ പിങ്ക്, ഗോൾഡ്, ഓറഞ്ച്. ഇത് പർപ്പിള്. അത് നല്ല രസമുണ്ടല്ലോ. ഇത് പർപ്പിള്. പിന്നെ ഇതേതാ? അത് മഹാരനെ. ഇത് ഒരുപാട് ടൈപ്സ്. അതിൽ ചോക്ലേറ്റ് ബ്രൗണും ഒക്കെ വരും. ഇതാ അല്ല 300 പേര്. ചോക്ലേറ്റ് ബ്രൗൺ ഉണ്ട്. പിന്നെ നമുക്ക് എത്ര വലിയത്. ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെക്കാനൊക്കെ. കാരണം നമ്മൾ വെയിറ്റ് ചെയ്യണം, നിറച്ചും പൂത്ത് വലിയ ചെടിയാണല്ലോ. ശരിക്കും എല്ലാ ചെടികളിലും ഭംഗിയാണെങ്കിൽ വലിയ ചെടിയിലാണ് ഭംഗിയാണ്. നമുക്ക് എന്ത് വലിയ ചെടിയാന്ന്. അടുത്ത 300-ൻ്റെ ചെടി. ഇതാണ് അടുത്ത 300-ൻ്റെ ചെടി. ഇതിലെ കുറേ 300-ൻ്റെ ഉണ്ട്. ഞാനപ്പം കുറച്ചൊക്കെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ രാവിലെ നല്ല വെയിലും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചേച്ചിമാരൊക്കെ ഭയങ്കര ബിസിയായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ ചെടികൾ ചട്ടി മാറ്റാനൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെസിഫിക് ചെടി കാണണമെങ്കിൽ അത് കമൻസിൽ പറയാം, അല്ലെങ്കിൽ വാട്സപ്പിൽ പറയൂ. അങ്ങനെയാണെങ്കിൽ അതടുത്ത തവണ കാണിക്കാം കേട്ടോ. ഓരോ ചെടിയായിട്ട് കാണിക്കുമ്പോഴത്തേക്ക് കുറേ സമയമാവുന്നതുകൊണ്ടാണ് കാണിക്കാത്തത്. ഓക്കെ, അപ്പം പിന്നെ എല്ലാവരും കുറേ പേര് ചോദിച്ചായിരുന്നു ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്, ഓൺലൈൻ ഉണ്ടോ അങ്ങനെയൊക്കെ. അതിന് ഓൺലൈൻ ഞങ്ങൾ ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യാനാണ് ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് എല്ലാം ഓൾമോസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഈ ആഴ്ച തന്നെ ഫസ്റ്റ് ഇത് അയക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്ക് കൂട്ടൽ. അപ്പം പിന്നെ ഈ സ്ഥലം എവിടെയാണെന്നുള്ളതിന്, ഇത് കണ്ണൂർ ജില്ലയിലാണ്. തളിപ്പറമ്പ്, ആൾക്കാർക്ക് അറിയാമോയെന്ന് എനിക്കറിയത്തില്ല. തളിപ്പറമ്പിൽ വെള്ളിക്കൽ പാർക്ക് അറിയാമോ? വെള്ളിക്കൽ പാർക്കിലേക്ക് പോകുന്ന വഴിക്കാണ്. അതാണ് ഈ സ്ഥലം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ കാണുന്ന താഴെയുള്ളതാണ് വെള്ളിക്കൽ പാർക്ക്. അപ്പോൾ വെള്ളിക്കൽ പാർക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മേലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാവുന്ന ഇതാണ്. വെയിൽ കാരണം എനിക്കറിയത്തില്ല നിങ്ങൾക്ക് വ്യൂ കാണാമോയെന്ന്. മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം കേട്ടോ, ഏദൻ ഗാർഡന്. അപ്പം എനിക്കൊന്ന് എല്ലാവർക്കും എല്ലാം ക്ലിയറായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണോ, എന്തെങ്കിലും വേണമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.